ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു നല്ല 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഇച്ചിരി ആട്ടപ്പൊടിയാണ്. ആട്ടപ്പൊടി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഇത് ഞാനിവിടെ ഇച്ചിരി ശർക്കര എടുത്തു, അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും എടുത്തു. മറിയൂർ ശർക്കരയായിരുന്നു, അതുകൊണ്ട് ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഉരുക്കിയപ്പോൾ അതിനകത്തൊരു കല്ലും മണ്ണൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉരുക്കാനൊന്നും പോയില്ല. നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഒരല്പസമയം അവിടെ ഇരുന്ന് കഴിഞ്ഞ് ഒന്നോടെ തിരുമ്മുമ്പോഴത്തേനും ശരിയായിക്കണം. പിന്നെ അത് ഇച്ചിരി ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ നമുക്ക് ചേർക്കണം. അത് കൊണ്ടുവരുമ്പോഴത്തേനും തേങ്ങയുടെ നനവ് കൊണ്ട് ഇത് നന്നായിട്ട് നനഞ്ഞു വന്നോളൂ. അതും കൂടി ഇട്ട് തിരുമ്പുമ്പം യോജിച്ച് വന്നോളൂ. അപ്പോൾ നമുക്കിനി ഇച്ചിരി പഞ്ചസാരയും ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചുകൊണ്ട് വരാം. ഏലക്കയും ജീരകവും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. ഇത് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ആട്ട കലക്കിയെടുത്ത മാവ് ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ദോശക്കല്ല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കത്തിക്കണം. അവിടെ ഇരുന്നൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്കല്പം എണ്ണ തേച്ച് കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് കനം കുറച്ച് ഇത് അതിലേക്ക് പരത്താം. ഇനി ഇത് അല്പം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് ഇതെടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈന്തപ്പഴമോ ഏത്തപ്പഴം അരിഞ്ഞതോ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ ഒക്കെ ചേർക്കാൻ കൊട്ടായി തേങ്ങയുടെ കൂടെ. ഒരു മിനിറ്റ് കൊണ്ടിത് റെഡിയായി വരും. അപ്പം നമുക്കിത് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കൂടെ മടക്കി വെച്ചിട്ട് എടുക്കാം. ആയിട്ടുണ്ട്. അല്പം ശ്രദ്ധിച്ച് ഈ വശത്തൊന്നും മടക്കി ഈ വശത്തൊന്നും മടക്കി അതോ ഒന്ന് അമർത്തുമ്പോൾ അത് രണ്ടും കൂടെ ചേർന്നോളും. ഇനി നമുക്കതെടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി വീണ്ടും എണ്ണ തൂത്തിട്ട് ഇനി ഇതവിടെ ഇരുന്ന് ഒന്ന് വേകുമ്പോഴത്തേനും നമുക്ക് അതിന് വേണ്ട ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ വേറൊരു തരത്തിലിടാം. പകുതി സ്ഥലത്തിട്ടിട്ട് മടക്കിയെടുക്കാം. നമുക്ക് രണ്ട് വശത്തൊന്നും മടക്കണമെന്ന് നിർബന്ധമില്ല. ഉണ്ടോ, ഈ പകുതിയിൽ ഇട്ടിട്ട്
അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് മടക്കി ഒട്ടിക്കാം. അങ്ങനെയും ചെയ്യാം. ഇത് 3ആയിട്ട് മടക്കണമെന്ന് നിർബന്ധമില്ല. ഇതും ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കി ഈ സൈഡ് അങ്ങോട്ട് ഈ തവി കൊണ്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇങ്ങനെയും ചെയ്യാം. അപ്പം നല്ല രുചികരമായ ഒരു 4 മണി പലഹാരമായി ഏറ്റവും എളുപ്പത്തിലുണ്ടാക്കാം. ഇനി അതിനകത്ത് നമുക്ക് കൂടുതൽ അണ്ടിപ്പരിപ്പോ കടലയോ മുന്തിരിയോ ഉണക്കമുന്തിരിയോ ഈന്തപ്പഴമോ ഒക്കെ ചേർത്ത് ഇതുണ്ടാക്കാവുന്നതാണ്. ഇനി ഏത്തപ്പഴമാണേലും ചേർക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 4 മണി പലഹാരം കുട്ടികളൊക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. വാങ്ങിച്ചു കൊടുക്കുന്ന എണ്ണ പലഹാരങ്ങളെക്കാളും അവരുടെ ആരോഗ്യത്തിന് നല്ലതുമാണ്. അപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലുള്ള അമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു 4 മണി പലഹാരമാണ്. ഇനി മൈദ കൊണ്ടോ അല്ലെങ്കിൽ ആട്ടയുടെ കൂടെ അല്പം ചോറോ മൈദയോ ചേർത്തോ അരിപ്പൊടി ചേർത്തോ ഒക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. നമുക്ക് കൂവപ്പൊടി കൊണ്ട് വേണേലും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. കൂവപ്പൊടി പാൽക്കൂവ അല്ലാത്ത കൂവയൊക്കെ ഉണ്ടല്ലോ, കൂവപ്പൊടി കൊണ്ടും നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. അതാണേലും കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും.